ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചിക്കൻ വാങ്ങി കേട്ടോ. അപ്പോൾ ചിക്കൻ വാങ്ങിയപ്പോൾ കുറച്ച് എല്ലിൻ്റെ പീസുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ല് പീസ് വെച്ചിട്ട് നമുക്ക് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് അടിപൊളി ഒരു നാടൻ ഐറ്റമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ചിക്കനും ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ രുചിയോടെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇത് എല്ല് പീസ് വെച്ച് മാത്രമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ, അല്ലാതെ വെച്ചാൽ നമുക്ക് ഈ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വെച്ച എല്ലിൻ്റെ പീസിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു മുറി നാരങ്ങയുടെ നീരാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാടൻ കറിവേപ്പില കേട്ടോ. അപ്പോൾ നമുക്ക് കറിവേപ്പില ഒഴിച്ചിട്ടുള്ള ഒരു പരിപാടിയില്ല കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തേങ്ങാക്കൊത്തില്ല, ആ തേങ്ങാക്കൊത്തും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മളെ ചിക്കനും മസാലയും തേങ്ങാക്കൊത്തും എല്ലാം കൂടി കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ ചെയ്താലുള്ള ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അരിഞ്ഞ് വെച്ച ഒരു സവാള അരിഞ്ഞ് വെച്ചത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നമുക്ക് വാട്ടിയെടുക്കാം. അപ്പോൾ അതാ സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ചെറിയുള്ളി കേട്ടോ. അപ്പോൾ ചെറിയുള്ളി കുറച്ചധികം കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളി ചേർക്കുന്നതുകൊണ്ട് നമുക്ക് രുചിയും കൂടും കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയുള്ളിയും കൂടിയും ചേർത്ത് നമുക്ക് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതവിടെ എല്ലാതും നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല തേച്ച് വെച്ച തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നമ്മൾ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ ചിക്കനും ഈ ഉള്ളി എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ ഇവിടെ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ചേർക്കാതെ അടപ്പ് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ടൈമായിട്ട് അപ്പോൾ നമുക്കിത് എന്തായി നോക്കാം. അപ്പോൾ ഇതാ ഏകദേശം ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്നും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ ഇതാ ഇവിടെ നമ്മളെ നാടൻ ഐറ്റം ചിക്കൻ തേങ്ങ കൊത്തിട്ടത് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാം. അപ്പോൾ ബീഫൊക്കെ തേങ്ങ കൊത്തിട്ട് വെക്കാറുണ്ട്. അപ്പോൾ ചിക്കനും തേങ്ങ കൊത്തിട്ട് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.